ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മള് വെക്കേഷൻ ക്ലാസ് തുടങ്ങുവാണ്. ഇന്നു മുതൽ മലയാള സ്വരാക്ഷരങ്ങള് പഠിച്ചു തുടങ്ങുവാണ്. കുറെയൊന്നും പഠിക്കുന്നില്ല. വെക്കേഷൻ ആയതുകൊണ്ട് കൂട്ടുകാർക്ക് കളിക്കാൻ വേണ്ടി വലിയ തിരക്കായിരിക്കും. അതിനിടയിൽ നമ്മള് ഒറ്റ ക്ലാസ്സിൽ ഒരു സ്വരാക്ഷരം മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത്തിരി സമയം എടുത്ത് എഴുതിയിട്ട് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു സ്വരാക്ഷരം മാത്രം. ആദ്യത്തെ സ്വരാക്ഷരം ഏതാ? ആ. ആദ്യത്തെ സ്വരാക്ഷരം ആ. ആ എങ്ങനെ എഴുതുന്നെന്ന് ശ്രദ്ധിച്ചു നോക്കുക. കാണുന്നുണ്ടല്ലോ? ആ എഴുതുന്നത് ഇവിടുന്ന് ഇങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ എഴുതി പിന്നീട് എന്തോ ചെയ്യണം? അത് അകത്തോട്ട് വന്ന് അത് അതുപോലെ തന്നെ പുറത്തോട്ട് എഴുതുക. ഓക്കെ, ഇത്ര വരെ മനസ്സിലായോ കൂട്ടുകാർക്ക്? എങ്ങനെ എഴുതി നമ്മൾ ആദ്യം? ഇവിടുന്ന് ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. പിന്നെ എന്തോ ചെയ്തു? ഇവിടുന്ന് അകത്തോട്ട് വന്ന് അത് വീണ്ടും പുറത്തോട്ട് എഴുതി. ഓക്കെ ആണോ? എന്നിട്ട് എന്തോ ചെയ്യണം? ഇത് കണ്ടില്ലേ ഇവിടുന്ന് കൈവിടാതെ അതിലൂടെ മുകളിലോട്ട് പോയി വീണ്ടും പുറത്തോട്ട് എഴുതുക. എന്നിട്ട് അകത്തോട്ടൊരു സർക്കിൾ ഇട്ട് കൊടുക്കുക. എളുപ്പല്ലേ? എന്തോ ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ വന്ന് പുറത്തോട്ട് എഴുതി. എന്നിട്ട് ഇവിടുന്ന് ഇതാ പെൻസിൽ എടുക്കാതെ അകത്തോട്ട് സർക്കിൾ ഇട്ട് കൊടുത്തു. ഏതോ സ്വരാക്ഷരം? ആ. ഒന്നുകൂടി ശ്രദ്ധിക്ക്. എഴുതുന്നേ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് വീണ്ടും ഇത് അകത്തോട്ട് എഴുതി, അവിടുന്ന് പുറത്തോട്ട് എഴുതി. ഇവിടുന്ന് കൈവിടാതെ വീണ്ടും ഇങ്ങനെ പുറത്തോട്ട് എഴുതി, പിന്നീട് അകത്തോട്ടൊരു സർക്കിള്. സ്വരാക്ഷരം ആ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. എളുപ്പല്ലേ ശ്രദ്ധിച്ചപ്പോ പഠിക്കാൻ? കുറച്ചു നേരം വീട്ടിൽ നിന്ന് ഇരുന്ന് എഴുതുക, എന്നിട്ട് കളിക്കാൻ പോവുക. ആ സ്വരാക്ഷരം മനസ്സിലായോ? ആ വരുന്ന വാക്കേതാ? അമ്മ, അച്ഛൻ. ആ വരുന്ന വാക്കേതാ? അമ്മ, അച്ഛൻ. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഇന്നേതാ പഠിച്ചത്? ആദ്യത്തെ സ്വരാക്ഷരം ആ. ആ വരുന്ന രണ്ട് വാക്കേതാ ഇന്ന് പഠിച്ചത്? അമ്മ, അച്ഛൻ. വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.